കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കിന്ന് ഹിന്ദി പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹിന്ദി നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും. ഹിന്ദി വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രാഷ്ട്രഭാഷയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഹിന്ദി പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത്. അപ്പം ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ തുടക്കങ്ങൾക്ക് ആരംഭമാകുന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും മറ്റു വ്യക്തികളുടെ കാര്യങ്ങളെ തിരിച്ചറിയാനും ഒക്കെ സാധിക്കുന്ന, എളുപ്പത്തിൽ നമുക്ക് സംസാരിച്ച് പഠിക്കാൻ പറ്റുന്ന, നമ്മുടെ ഭാഷയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എളുപ്പ വഴിയിലൂടെ ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ഹിന്ദി ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. അപ്പം ഞാൻ പറയാൻ തുടങ്ങുവാണ് കേട്ടോ. ഇപ്പം നമ്മുടെ അടുത്തൊരു ആൾ വന്നിട്ട് ചോദിക്കുവാണ്, ആപ്കാ ഘർ കഹാ പേ ഹേ ഭയ്യ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആപ്കാ ഘർ കഹാ പേ ഹേ ഭയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് എവിടെയാണ് ചേട്ടാ എന്നാണ് ആ പുള്ളി ചോദിച്ചത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരാണാണ് വന്ന് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പെണ്ണാണ് വന്ന് ചോദിക്കുന്നതെങ്കിൽ ഇതേ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് ഉത്തരം ഇങ്ങനെ കൊടുത്താൽ മതി. മേരാ ഘർ ആലപ്പുഴ മേ ഹേ, അല്ലെങ്കിൽ മേരാ ഘർ എറണാകുളം മേ ഹേ, അങ്ങനെ പറയാം. മേരാ ഘർ എറണാകുളം മേ ഹേ ഭയ്യ, നൈത്തോ തിരുവനന്തപുരം മേ ഹേ ഭയ്യ, അങ്ങനെ പറയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സായെന്ന് ചോദിക്കുന്നത് തുമാരാ ഉമർ കിത്നാ ഹേ, തുമാരാ ഉമർ കിത്നാ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായം എത്രയാണ് എന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ ഒരു എറണാകുളത്തുള്ളൊരു ടാറ്റ കൺസൾട്ടൻസിയിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും നിങ്ങൾ എവിടെ വർക്ക് ചെയ്താൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ചോദിക്കുന്നത് ഹിന്ദിയിൽ ഞാൻ പറയാം എങ്ങനെയാണെന്ന്. തുമേ इन्फो पार्क में कितने का साल का तजुर्बा है, काम करने का तजुर्बा है, അങ്ങനെയാണ് ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫോ പാർക്കിൽ എത്ര വർഷം ജോലി ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു വഴി ചോദിക്കുകയാണ് ഒരാളുടെ അടുത്ത് നടന്നു പോകുമ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് വഴി ചോദിക്കുകയാണ്, അമേ മന്ദിർ ജാനായ ഭയ്യ, മന്ദിർ മേ ജാനേക്ക് രാസ്ത ബത്താ സക്തേ എന്ന് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇങ്ങനെയാണ്, എനിക്ക് അമ്പലത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു തരുമോ ചേട്ടാ എന്നാണ് ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ അതിന് നമ്മൾ ഹിന്ദിയിൽ തന്നെ മറുപടി കൊടുത്തില്ലെങ്കിൽ അവർക്കത് മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഭയ്യ मंदिर का रास्ता यहाँ पास है, यहाँ मैं यहाँ से एक 10 किलोमीटर आगे जाऊँगा तो वहाँ पे मंदिर है എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലമുണ്ട് എന്ന് പറയാം. അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു തുണിക്കടയിൽ ചെല്ലുവാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആ കടക്കാരനോട് അല്ലെങ്കിൽ ആ കടക്കാരൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അവിടെ ചെന്നിട്ട് ഡ്രസ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ആ കടയിൽ ചെന്നിട്ട് ആ കടയിൽ നിൽക്കുന്ന ആ സെയിൽസ്മാനോട് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, മുझे लाल कलर का शर्ट दिखाओ, नहीं तो ब्लैक काले कलर का ഷർട്ട് ദിക്കാവോ, അങ്ങനെ ആയിരിക്കും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത കളറിലെ ഷർട്ട് അല്ലെങ്കിൽ ചുവപ്പ് കളറിലെ ഷർട്ട് എന്നായിരിക്കും. ഈ വൈറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണ് ആ കളറിലെ ഷർട്ട് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഹിന്ദിയിൽ പറയുക. അപ്പോൾ അവർ നിങ്ങൾക്കത് എടുത്തു തരും. അങ്ങനെ ഇപ്പോൾ ഒരു കടയിൽ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് നിങ്ങളൊരു സാധാരണ കടയിലാണ് പോകുന്നതെങ്കിൽ ആ കടയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പേനയോ അല്ലെങ്കിൽ ഒരു ബുക്കോ വല്ലതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ, ഒരു കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ ഒരു ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കടയിൽ ചെന്നിട്ട് ഇങ്ങനെ പറയാം, ഭയ്യ മുझे एक किताब चाहिए, कितने रुपए होगा എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുക്ക് താ ചേട്ടാ, അതിന് എത്ര രൂപയാവും ബുക്കിനെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി പറയും 10 രൂപ, അല്ലെങ്കിൽ ഒരു 10 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ
ഇപ്പോൾ ബുക്കിന് 10 രൂപയാണെന്ന് വിചാരിക്കുക. അത് തരാൻ വേണ്ടി പറയുന്നു. അപ്പം നിങ്ങൾ ടിക്കെ ഭയ്യ ഏലോ അപ്ക പൈസ 10 രൂപ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പൈസ അയാൾക്ക് കൊടുക്കുവാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരാം. ചെറിയ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം വേണ്ട അത്യാവശ്യ കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പം ട്രെയിൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഒരാളുടെ അടുത്ത് ചോദിക്കുവാണ്, നിങ്ങൾക്ക് എറണാകുളത്ത് പോകാനുള്ള ട്രെയിന് വിട്ടുപോയോ ചേട്ടാന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണിനോടാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ അവിടെ ചെന്നിട്ടൊരു പെൺകുട്ടിയുടെ അടുത്ത് ട്രെയിന് വിട്ടുപോയോ, ഇനി എത്ര മണിക്കാണ് എറണാകുളത്തൊക്കെ ഉള്ള ട്രെയിനെന്ന് നമ്മളിപ്പം ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി. आपको पता है क्या अगला ट्रेन कितने बजे को होगा, अभी वो ट्रेन चला गया ना, दूसरा ट्रेन कब मिलेगा, അങ്ങനെ ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിൻ വിട്ടുപോയല്ലോ, ഇനി അടുത്ത ട്രെയിൻ എത്ര മണിക്കാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അവർ പറയും അഗില ട്രെയിൻ 11 बजे को है भैया എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണിക്ക് അടുത്ത ട്രെയിൻ ഉണ്ട് ചേട്ടാ എന്നാണ് അപ്പോൾ പെൺകുട്ടി നിങ്ങളോട് പറയുന്നത്. അങ്ങനെ അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ പ്ലെയിനല്ല, ഇപ്പോൾ നിങ്ങളൊരു എയർപോർട്ടിൽ പോവുകയാണ്. അപ്പോൾ ട്രെയിനിന് പകരം പ്ലെയിനാണ്. ആ പ്ലെയിൻ എത്ര മണിക്കാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ചോദിക്കണം. അല്ലെങ്കിൽ പ്ലെയിനിന് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പം അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരാളെ പരിചയപ്പെടുന്നു. അപ്പോൾ ആളോട് അത്യാവശ്യം നിങ്ങൾക്ക് സംസാരിക്കണം. ആളെ എവിടേക്കാണ് പോകുന്നത് പ്ലെയിനിൽ, ആളുടെ സ്ഥലം എവിടെയാണ്, അതൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തിരുന്നിട്ട് ഇങ്ങനെ ചോദിക്കാവുന്നതാണ്. ഭയ്യ ആപ്കാ ഘർ കാ പേ ഹേ, ഭയ്യ ആപ്കാ ഘർ കാ പേ ഹേ, അങ്ങനെ ചോദിക്കുക. നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങൾ എവിടുന്ന് വരുവാണ്, തും ആപ് കഹാ സേ ആ രഹാ ഹൈ, ആപ് കഹാ സേ ആ രഹാ ഹൈ, അങ്ങനെ ചോദിക്കാം. വീട് എവിടെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്ന് വരുവാണ് അങ്ങനെ ചോദിക്കാം. ഇനി ചോദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ ആളെ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ആപ്പ് കഹാ ജാ രഹാ ഹൈ, ഹവായി ജഹാസ് മേ ആപ്പ് കഹാ ജാനെ കെ ലിയെ ബൈഠാ ഹൈ, ആപ്പ് കഹാ ജാ രഹാ ഹൈ, അങ്ങനെ ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലെയിനിൽ എവിടെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, എവിടെ പോകാനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാം. ആ പ്ലെയിനിന് നമ്മൾ ഹിന്ദി പറയുന്നത് ഹവായി ജഹാസ് എന്നാണ്. അതുപോലെ ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുവാണ്, മോനെ കുറച്ച് നേരം ഞാൻ ഇരിക്കട്ടെ, ഈ സീറ്റ് ഒന്ന് തരുമോ, കുറച്ച് നേരം എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, മോനൊന്ന് എഴുന്നേക്കാമെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു പ്രായമുള്ളൊരു അപ്പൂപ്പൻ വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആളോട് ഇങ്ങനെ പറയാവുന്നതാണ്, ദാദാജി ആപ്പ് യാപ്പെ ബൈഠ് ജാओ, അങ്ങനെ പറയാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ബേട്ടാ മേ ആപ്പെ ബൈഠ് സക്താ ഹൈ ക്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഹിന്ദിയിൽ പറയാൻ അറിയാൻ മേലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ആപ്പെ ഹാ ബൈഠ് ജാओ ദാദാജി എന്ന് പറയാം. പ്രായമുള്ള ആളായതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. ഇപ്പം ഒരു ചേട്ടൻ്റെ പ്രായമുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഭയ്യാജി ആപ്പെ ബൈഠ് ജാओ, ഹം യാപ്പെ കടേ ഹോ ജായെങ്കെ, യാപ്പെ കടേ രഹെങ്കെ, അങ്ങനെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്നോളാം, നിങ്ങളിവിടെ ഇരുന്നോ എന്നാണ് അതിലൂടെ പറയുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സംസാരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഒരാളോട് ഇഷ്ടമാണ്, ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയും? ഇങ്ങനെയാണ് നമ്മളൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നത്, മേ തുംസെ പ്യാർ കർത്താ ഹോ, മേ തുമേ ബഹുത് ചാത്താ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, मैं हर दिन आपके घर के सामने खड़ा रहकर आपको देखता हूँ, नहीं तो बस स्टॉप के सामने खड़ा होकर आपको देखता हूँ, मैं आपको बहुत प्यार करता हूँ, इसीलिए आपको ऐसे ये बात बोलने के लिए आप पे आया है എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും നിന്നെ കാണാൻ വേണ്ടി നിൻ്റെ വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിൽക്കാറുണ്ട്, നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഹിന്ദിയിൽ. അപ്പോൾ ഹിന്ദിക്കാരോടാണ് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എളുപ്പത്തിൽ സംസാരിക്കാൻ നമുക്ക് പല രീതിയിൽ പറ്റും.
പിന്നെ ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഒരു കുപ്പിക്കകത്ത് അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം. എനിക്ക് വെള്ളം തരുമെന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇങ്ങനെയാണ്, മുझे पानी चाहिए, तुम मुझे एक ഗ്ലാസ് पानी दो, അല്ലെങ്കിൽ ഏക്ക് ബോട്ടിൽ പാനി ദോ, മുझे पीना है पानी चाहिए അങ്ങനെ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നുണ്ട്, മുझे प्यास लगी है എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നുണ്ട്, മുझे पानी चाहिए, तुम मुझे पानी दो എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നുണ്ട്, നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം താ എന്നാണ് ആ പറയുന്നത്. അങ്ങനെ ഹിന്ദിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറ്റുന്നതാണ്. അത് നമ്മൾ ഹിന്ദി വലിയ പാടുള്ള ഭാഷയാണെന്ന് വിചാരിച്ചാൽ നമുക്കത് പഠിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ അത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹിന്ദി വളരെ അനായാസമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ ഒരു കൂട്ടുകാരനുമായിട്ട് പോവുകയാണ്. അപ്പോൾ അവനുമായിട്ട് നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിലായിട്ടൊരു ആന നടന്നു പോകുന്ന കാണുന്നു. അപ്പോൾ അവനൊരു ഹിന്ദിക്കാരനാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവനോട്, കൂട്ടുകാരനൊരു ഹിന്ദിക്കാരനാ അല്ലെങ്കിൽ പുറത്ത് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ്, ഒരു നോർത്ത് ഇന്ത്യനാണ്. അപ്പോൾ അയാൾക്ക് മലയാളം അറിയത്തില്ല, കൂടുതലായിട്ട് അറിയാവുന്ന ഹിന്ദിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയിൽ സംസാരിക്കണം, എന്നാലേ പുള്ളിക്ക് മനസ്സിലാകത്തുള്ളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആനയെ അവിടെ അതുവഴി പോകുന്നത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ആനയെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ദേ ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കൈ ചൂണ്ടിയിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ പറയാം, देखो भैया वहाँ देखो, वहाँ से एक आती जा रहा है, हम वहाँ पे जाके एक फ़ोटो खींचेंगे भैया, वहाँ पे बाइक रुक दो, वहाँ पे गाड़ी रुको, हम जाकर हाथी के पास जाकर एक फ़ोटो खींचेंगे അങ്ങനെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്നൊരു ആനയാണ്, നീ അതുകൊണ്ട് ഇവിടെ വണ്ടി നിർത്തി നമുക്കവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്നാണ് ആ പറഞ്ഞത്. ഹാത്തി എന്ന് വെച്ചാൽ ആന, ഫോട്ടോ കീച്ചേങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക് സെൽഫി ലേലെങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സെൽഫിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ആനയുടെ അടുത്ത് പോയി എടുക്കണം. അതാണ് നിങ്ങൾ ആളോട് പറയുന്നത്. അപ്പം എന്തൊക്കെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളോട് സംസാരിക്കാൻ അത്യാവശ്യം വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മാത്രമേ എളുപ്പത്തിൽ സംസാരിക്കാനൊക്കത്തുള്ളൂ. അത്യാവശ്യം വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. ഇപ്പം നിങ്ങൾ വളരെ കാലമായിട്ട് നിങ്ങൾ കുറേ പൈസ ഇപ്പം എവിടെയെങ്കിലും പോകാൻ വേണ്ടി, യാത്ര ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ഒരാൾ ചോദിക്കുകയാണ്, നിൻ്റെ കുടുക്കയിലിരിക്കുന്ന പൈസ എന്തിനു വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്, നീ എന്തിനാണ് ഇങ്ങനെ കുടുക്കക്കകത്ത് പൈസ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നതെന്ന് ഞാൻ പറയാം. ആപ്കെ ഗുല്ലക് മേ കിത്തന റുപ്പയാ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ് കിസ് കാം കെ ലിയെ ഇത്തന റുപ്പയ അപ്നെ ഗുല്ലക് മേ ഡാൽക്കർ രക്കാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത്രയും പൈസ എന്തിനാണ് ഈ കുടുക്കയിലിട്ട് വെച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പം അയാൾ പറയുകയാണ് ഇങ്ങനെയാണ്, मुझे पढ़ाई करने के लिए बहुत पैसा की ज़रूरत है भैया, इसीलिए मैं एक एक रुपये इस गुल्लक के अंदर डालकर संभाल के रखा हूँ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ എനിക്ക് പഠിക്കാൻ വേണ്ടി ഒത്തിരി പൈസയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ കുടുക്കയുടെ ഉള്ളിൽ ഓരോരോ രൂപ വരെ കൂട്ടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വളരെയധികം സൂക്ഷിച്ച് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൈസ, എനിക്ക് പഠിക്കാൻ വേണ്ടി അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ സമാൽക്കെ രക്കാ ഹെ, മേനെ ഈ സ്കൂളിലൊക്കെ എന്താ ഏക് ഏക് രൂപയ ബഹുത് സമാൽക്കർ രക്കാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കുടുക്കയുടെ ഉള്ളിൽ ഇത്രയും പണം വളരെ സൂക്ഷിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്, എനിക്ക് ഇത് ആവശ്യം വരും, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അത്യാവശ്യമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കൂട്ടി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങളിപ്പം നടന്നു പോകുന്ന സമയത്തൊരു ഭിക്ഷക്കാരനെ കാണുന്നു, അയാൾ റോഡിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കുകയാണ്, അയാളൊരു ഹിന്ദിക്കാരനാണെന്ന് വെച്ചോ. അപ്പോൾ അയാൾ भैया मुझे 10 रुपये दे सकता है क्या, मुझे പാനി പീന ഹെ നഹീ തോ ഏക് ചായ പീന ഹെ അങ്ങനെ പറയുവാണ്. ഒരു ഭിക്ഷക്കാരൻ നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ പറയുവാണ്, വഴിയിലിരുന്നിട്ട് പറയുവാണ്, എനിക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണം, ഒരു 10 രൂപ തരുമോ എന്ന് ചോദിക്കുവാണ്. 10 रुपये ദേ സക്താ ഹെ ക്യാ ഭയ്യ. അപ്പോൾ നിങ്ങൾ അയാളോട് പറയേണ്ടത് ഇങ്ങനെയാണ്, ഇപ്പം പൈസ ഉണ്ടെങ്കിൽ നിങ്ങളൊരു 100 രൂപ എടുത്തിട്ട് 100 रुपये ഭയ്യ ആപ്പ് ജാക്കർ ഖാനാ ഖാലോ
എന്ന് പറയുകയാണെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ये 100 रुपया है भैया आप जाकर ഖാന ഖാലോ എന്ന് പറയാം. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും 100 രൂപ തന്നിട്ട് ഫുഡ് കഴിച്ചോ, പോയി ആവശ്യത്തിന് ഭക്ഷണം മേടിച്ച് കഴിച്ചോ, അതാണ് ഉദ്ദേശിച്ചതെന്ന് പുള്ളിക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഭയ്യ മുझे एक काम मिल सकता है क्या भैया, मैं आपके घर में कोई भी काम करने के लिए तैयार हूँ, हमें भिखारी बनकर यहाँ पे बैठते हैं तो हमें कोई नहीं देखता, हमें पैसा नहीं मिलता, एक चाय पीने के लिए भी पैसा नहीं मिलता, लेकिन आप आए तो मुझे 100 रुपये दिया എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ആ ഭിക്ഷക്കാരൻ പറയുവാണ്, സഹോദര ഞാനിവിടെ ഭിക്ഷക്കിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു രൂപ പോലും കിട്ടാറില്ല, ഇപ്പം നിങ്ങൾ എന്നെ കണ്ടതുകൊണ്ട് എനിക്ക് 100 രൂപ തന്നു, പക്ഷേ എനിക്ക് ആരും പൈസ തരാറില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി നിങ്ങളുടെ അടുത്ത് തരാൻ സാധിക്കുമോ, എന്നെ വളരെ ഉപകാരമായിരിക്കും, എന്തെങ്കിലും ഒരു ജോലി തന്നെ എന്നെ സഹായിക്കുമോ, ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയുന്ന എന്ത് ജോലിയും ചെയ്തോളാം. ഇപ്പോൾ നിങ്ങൾ വലിയൊരു ബിസിനസ്മാനൊക്കെ അല്ല ഒരു കാശുകാരനായ ഒരു ആളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ആയിരിക്കും ഒരു ഭിക്ഷക്കാരൻ ചോദിക്കുന്നത്. അയാൾ വലിയ പ്രായമില്ലാത്ത ഒരു 10-24 അല്ലെ ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കും ആ ഭിക്ഷക്കാരനായിട്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം, നിങ്ങൾ ജോലി കൊടുക്കുമോ എന്ന് അയാൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ഭയ്യ മുझे काम मिल सकता है क्या भैया, मैं यहाँ पे भिखारी बनकर बैठा हूँ तो मुझे कुछ भी पैसा नहीं मिलता, कोई मुझे पैसा नहीं देता, आप आए तो हमें इतना पैसा दिया, हम आपके घर में कोई भी काम करने के लिए तैयार हो, आपके घर में हमें कोई काम मिल सकता है क्या എന്നാണ് ആ ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ഇവിടെ ഭിക്ഷക്കാരനായിട്ടിരുന്നിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല സഹോദര, നിങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് ഇത്രയും പൈസ തന്നത്, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ജോലി തന്നെന്നെ സഹായിക്കാമോ, ഞാൻ എന്ത് ജോലിയാണേലും ആത്മാർത്ഥമായിട്ട് ചെയ്തോളാം എന്നാണ് അയാളപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങളും അനുഭവങ്ങളും നമുക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങളൊരു ചായക്കടയിൽ പോവുകയാണ്, ആ ചായക്കട നമ്മുടെ ഇവിടെ അല്ല, ഇപ്പോൾ ബീഹാറിലാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഡൽഹിയിലോ ബീഹാറിലോ എവിടെയെങ്കിലും ആണ്, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോയപ്പോൾ ആ കടയിൽ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയുടെ കൂടെ ചേട്ടൻ്റെ കൂടെയോ ആരുടെയെങ്കിലും കൂടെ നിങ്ങളവിടെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആ കടയിൽ എത്തിക്കഴിയുമ്പം ആ കടക്കാരൻ നിങ്ങളോട് ചോദിക്കുവാണ്, തുമേ ക്യാ ചാഹിയേ, അപ്പോൾ ആപ്കോ ക്യാ ചാഹിയേ എന്ന് ചോദിക്കും. ആ കടയിലെ സപ്ലയറായിട്ട് മറ്റേ ഇത് സപ്ലയറായിട്ടോ അല്ലെ വെയിറ്ററായിട്ടോ നിൽക്കുന്ന ആൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ആപ്കോ ക്യാ ചാഹിയേ ഭയ്യ എന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ മുझे एक मसाला डोसा और एक 2 चाय चाहिए, അല്ലെങ്കിൽ मेरी पत्नी को एक बिरयानी चाहिए और मेरे को एक मसाला डोसा चाहिए और साथ में एक टी चाहिए എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ബിരിയാണി, എനിക്കൊരു മസാല ദോശ, അവൾക്കൊരു ചായ, എനിക്കൊരു ചായ എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്കൊരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ മുझे एक ഗ്ലാസ് പാനി चाहिए അങ്ങനെ പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ കടക്കാരന് മനസ്സിലാവും നിങ്ങൾക്ക് മസാല ദോശയും മറ്റേ ആൾക്ക് ബിരിയാണിയാണ് വേണ്ടത്, അപ്പോൾ അത് കൊണ്ടുതരാം എന്ന് പറയുന്നത് അയാൾ ഇങ്ങനെ ആയിരിക്കും, तो आपको मसाला डोसा और इसको बिरयानी चाहिए ना, हम अभी लेकर आता है भैया, और आपको चाय 2 चाहिए या 1 चाहिए എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് മസാല ദോശയും ബിരിയാണിയും കൊണ്ടുവരാം, നിങ്ങൾക്ക് ഒരു ചായയാണോ വേണ്ടത് 2 ചായയാണോ വേണ്ടത്, ഒരു ചായ മതിയോ അതോ ഒരു ഗ്ലാസ് വെള്ളമാണോ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിക്കുവാണെങ്കിൽ ആപ്കോ ചായയെ യാ പാനി ചായ ഭയ്യ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയണം മേരെ പത്നിക്കോ 1 ഗ്ലാസ് ചായ ചായയെ അവർ മേരേക്കോ 1 ഗ്ലാസ് പാനി ചായയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് കുടിക്കാൻ ചായയാണ് വേണ്ടത്, പക്ഷേ എനിക്ക് വേണ്ടത് വെള്ളമാണ്, അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം തന്നാൽ മതി, മുझे 1 ഗ്ലാസ് പാനി ചായയെ അങ്ങനെ പറയണം, എങ്കിലേ നിങ്ങൾക്ക് വെള്ളം തരത്തുള്ളൂ. അല്ലെങ്കിൽ 2 ചായ കൊണ്ടുവന്ന് അവർ 2 പേർക്ക് നിങ്ങൾക്ക് 2 പേർക്കായിട്ട് ചായ തരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം.
ഇപ്പം നിങ്ങളിപ്പോൾ ദൂരെ ഇരിക്കുന്ന ഒരാളെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തിട്ട് ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആളോട് ചോദിക്കുവാണ്, ഭയ്യ ആപ്കെ വഹാ പേ ബാരിഷ് ഹൈ ക്യാ, അഭി ആപ്കാ മൗസം കേസാ ഹൈ. അത് നിങ്ങൾ നിങ്ങളുടെ ആ ചേട്ടനോട്, ഇപ്പോൾ ദൂരെ ഇരിക്കുന്ന ചേട്ടനെ, ഹിന്ദി നാട്ടിൽ ഇരിക്കുന്ന ഒരു സഹോദരനെ വിളിച്ചിട്ട് അയാൾക്ക് ഹിന്ദി അറിയത്തുള്ളൂ എന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ആളോട് ചോദിക്കുകയാണ്, മഴയുണ്ടോ, ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്. അത് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, ഭയ്യ വहाँ पे मौसम कैसा है, बारिश चल रहा है क्या वहाँ पे, नहीं तो बारिश हो रहा है क्या वहाँ पे. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടാ അവിടെ ഇപ്പം മഴ പെയ്യുന്നുണ്ടോ, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, അതാണിപ്പോൾ ഞാൻ ഹിന്ദിയിൽ പറഞ്ഞത്. മോസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, മോസം കേസായെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ എങ്ങനെയുണ്ട്. ബായ് ആപ്കെ വഹാ ബാരിഷ് ഹൈ ക്യാ, ബാരിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ, ഇപ്പം മഴ പെയ്യുന്നുണ്ടോ, അവിടെ മഴയുണ്ടോ എന്നാണ് നമ്മൾ ഹിന്ദിയിൽ ഇങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരുന്ന് പഠിച്ചാലേ നമുക്ക് മനസ്സിലാക്കി പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, हमारे यहाँ पे तेज बारिश हो रहा है भैया, इसीलिए फ़ोन में आपका आवाज़ ठीक से सुनाई नहीं दे रहा है. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് മഴ പെയ്യുവാണ് ചേട്ടാ, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. മുझे आवाज़ ठीक से सुनाई नहीं दे रहा है क्योंकि यहाँ पे बारिश है. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യാണ്, അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഇവിടെ മഴയുടെ ശബ്ദം ഭയങ്കരമായിട്ട് വരുവാണ്, അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇച്ചിരി ഒച്ചത്തിൽ പറയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആപ്പ് ഇത്തിരി തോടസെ ഊച്ചി ആവാസ് മേ ബാത് കർ സക്തേ ഹൈ ക്യാ ഭയ്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കുമോ. ഊച്ചി ആവാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ചത്തിൽ, സൗണ്ട്. ഊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചത്തിൽ, ആവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം. ഒച്ചത്തിൽ സംസാരിക്കുമോ. ഊച്ചി ആവാസ് മേ ബാത് കർ സക്തേ ഹൈ ക്യാ ഭയ്യ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, ഓരോ സാഹചര്യത്തിൽ സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സംസാരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങളൊരു സ്കൂളിലെ ഒരു കൊച്ചുകുട്ടിയാണ്, നിങ്ങൾ ഈ സ്കൂളിലല്ല പഠിക്കുന്നത്, ദൂര നാട്ടിൽ ചെന്ന് അവിടെ പഠിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ അവിടുത്തെ ക്ലാസ്സിലെ ടീച്ചർ നിങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന ഹിന്ദിയാന്ന് വെച്ചോ. അപ്പോൾ ഹിന്ദി ക്ലാസ്സിൽ നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചുകുട്ടിയുടെ അടുത്ത് ടീച്ചർ ചോദിക്കുകയാണ്, തുമ്നെ मैंने कल तुमको एक होमवर्क दिया था ना, वो पूरा किया क्या എന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇന്നലെ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, നീ അത് തീർത്ത് ചെയ്തോ എന്നാണ് ചോദിച്ചത്. തുംകോ मैंने एक होमवर्क दिया था ना, तुमने वो पूरा किया. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, തുംകോ एक होमवर्क दिया था ना, वो पूरा किया. पूरा किया എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീ കംപ്ലീറ്റ് മുഴുവനായിട്ട് ചെയ്ത് തീർത്തോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ ചെയ്ത് തീർത്ത്, എൻ്റെ ഹോംവർക്ക് ഞാൻ ചെയ്ത് തീർത്ത് ടീച്ചറെ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, അധ്യാപക് ജിക്ക് ഇങ്ങനെ പറയണം, टीचर मैंने सारा होमवर्क आपने दिया था वो कंप्लीट किया, वो मैंने वो पूरा किया. എങ്ങനെ പറയാം, मैंने आपने वो होमवर्क दिया था वो हमने पूरा किया टीचर, मैंने वो पूरा किया. അങ്ങനെ പറയാം. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും. അപ്പോൾ നീ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, मैंने होमवर्क नहीं किया टीचर, मैंने होमवर्क नहीं किया. അപ്പോൾ ടീച്ചർ പറയും, तो तुम्हारा हाथ दिखाओ मैं तुम्हें मार दूंगा, हाथ में मारूंगा എന്ന് പറഞ്ഞിട്ട് കൈക്കിട്ട് അടിക്കാൻ വേണ്ടി, ചൂരിൽ കൊണ്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ടീച്ചർ കൈ നീട്ടാൻ പറയും, തുമാരാ ഹാത്ത് ദിക്കാവോ എന്ന് പറയുന്ന കൈ നീട്ടാനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കൈ നീട്ടി കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കൈക്കിട്ട് ടീച്ചർ വടി കൊണ്ട് തല്ലും. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. സ്കൂളിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ ടീച്ചറുടെ അടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, नहीं टीचर मुझे डर लगता है, मुझे मत मारना टीचर, मुझे हाथ पे मत मारना टीचर, मुझे दर्द लगेगा, मैं कल से होमवर्क ठीक से करूँगा എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറെ എൻ്റെ കൈക്കിട്ട് അടിക്കരുതും, ഞാൻ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തോളാം, നാളെ തൊട്ട് ഞാൻ നന്നായിട്ട് ചെയ്തോളാം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ मैं कल से होमवर्क अच्छे से करूँगा, नहीं तो ठीक से करूँगा, मुझे नहीं मारना टीचर, मुझे हाथ पे नहीं मारना, मुझे डर लगता है. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറെ നിങ്ങൾ എന്നെ തല്ലരുതും, തല്ലരുന്ന, ഞാൻ നാളെ തൊട്ട് ഹോംവർക്ക് ചെയ്ത് തീർത്തോളാം, അല്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കഴിഞ്ഞാൽ എനിക്ക് വേദന എടുക്കും, അതുകൊണ്ട് ഞാൻ നാളെ തൊട്ട് കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്തോളാം. അപ്പോൾ ടീച്ചർ പറയുവാണ്,
तो हमने आपको माफ़ किया, कल से होमवर्क अच्छे से करना എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. മേനെ തുമേ മാഫ് കിയ എന്ന് വെച്ചാൽ മാപ്പ് തന്നിരിക്കുന്നു. കൽസെ ഹോംവർക്ക് അച്ചേസെ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഹോംവർക്ക് നന്നായിട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ടീക്ക് ടീച്ചർ മേ കൽസെ അച്ചേസെ ഹോംവർക്ക് കറുങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഞാൻ ഹോംവർക്ക് നന്നായിട്ട് ചെയ്തോളാം. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഹിന്ദി പഠിപ്പിച്ച് തരാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നത്. വലിയ വിഷയങ്ങളിൽ എത്തണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു അടിസ്ഥാനം വേണം. അടിസ്ഥാനം നമ്മുടെ ഉറച്ചതാണെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും ഉയരങ്ങളിൽ എത്താനൊക്കത്തുള്ളൂ. അപ്പോൾ ആ അടിസ്ഥാനം എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ട് ഏറ്റവും മേളിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ തന്നെ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് ഞാൻ ഇത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നത്, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്ന് അറിയാവുന്നവർ വിചാരിക്കും. പക്ഷെ അറിയാൻ മേലാത്ത ആൾക്കാരും ഉണ്ടല്ലോ. അവർക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ ഉള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് 2 കാര്യങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ജോലി സ്ഥലത്ത് വിദേശത്ത് ജോലി ചെയ്യുവാണ്. അപ്പം വിദേശത്ത് ജോലി ചെയ്തിട്ട് വരുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾ ആ വിദേശത്ത് ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ ഒരു ഹിന്ദിക്കാരനാണ്. അപ്പോൾ അവനോട് നിങ്ങൾ ഹിന്ദിയിൽ ചോദിക്കുവാണ്, आपको दुबई कंपनी में कितने साल का तजुर्बा है मुंबई कंपनी में എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾ മലയാളത്തിൽ കമൻറ്റ് ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞ എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഈ തജുർബ എന്ന് വെച്ചാൽ എന്താണെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മലയാളത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഹിന്ദി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അത് മലയാളത്തിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്നോട് സംശയം ചോദിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഹിന്ദി ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് പറയണം കമൻറ്റിലൂടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാം, നിങ്ങൾക്ക് എന്താണേലും പറയാം, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ് അടുത്ത ദിവസം ഞാൻ വെക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അറിയാൻ താല്പര്യപ്പെടുവാണെങ്കിൽ മാത്രമേ ഇനി അടുത്ത വീഡിയോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഇടണം. ഇത്രയേ ഉള്ളൂ കൂട്ടുകാരാ. ടാറ്റ.